Hello students, welcome back to Learn Tips Malayalam channel. ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ? ലാൻഡ് ലേഡി, ആൽബർട്ടിൻ്റെ ലാൻഡ് ലേഡി ആൽബർട്ടുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. I must get away from here, he told Yuri after 6 months alone in Munich. It is absurd that I should go on like this. In the end, it will turn out I have been wasting my father's money and everyone's time. It will be better for all if I stop now. So, ഇവിടെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റൈനും ഐൻസ്റ്റൈൻ്റെ ഫ്രണ്ട് യൂറിയുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നുണ്ട്, യൂറിയോട് പറയുകയാണ്, എനിക്കിവിടെ ഒന്ന് പോകണം, എനിക്കിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊരു അബ്സേർഡ് എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്, ഞാൻ ഇവിടെ നിന്നാൽ ഒരു അബദ്ധമാണ്, എൻ്റെ അച്ഛൻ്റെ മണി ഞാനിവിടെ കളയുന്നതായിട്ട്, വേസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമയവും. ഇവിടെ നിന്ന് പോകുന്നതാണ്, ഈ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് എൻ്റെ പഠിത്തം നിർത്തി പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് ഐൻസ്റ്റൈൻ പറയുന്നുണ്ട്. ആൻഡ് ദെൻ വാട്ട് വിൽ യു ഡു, യൂറി ആസ്റ്റ്. അപ്പോൾ യൂറി ചോദിക്കുന്നുണ്ട്, നീ ഇത് സ്റ്റോപ്പ് ചെയ്ത് പോയാൽ ബാക്കി നെക്സ്റ്റ് എന്താണ് നിന്റെ പ്ലാൻ? I don't know. If I go to Milan, I'm afraid my father will send me back. Unless his eyes gleamed with a sudden idea. Yuri, do you know any friendly doctors? അപ്പോൾ യൂറി ചോദിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുകയാണ്, എനിക്കറിയില്ല, ഞാനിപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് മിലനിലേക്ക് പോയ, അതായത് പേരൻസ് താമസിക്കുന്ന സ്ഥലത്തേക്ക്, ഐൻസ്റ്റൈൻ്റെ പേരൻസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയാൽ എന്താകും എന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നാലും എൻ്റെ ഫാദർ തിരിച്ചെന്നെ ഇങ്ങോട്ടേക്ക് തന്നെ അയക്കും. പെട്ടെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐൻസ്റ്റീൻ്റെ ഒരു ഐഡിയ പോലെ ഐൻസ്റ്റീന് തോന്നി. എന്നിട്ട് പറഞ്ഞു, യൂറിയോട് ചോദിച്ചു, നിനക്ക് ഏതെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കും. I know a lot of medical students and some of them are friendly, said Yuri. Doctor, no, I have never had enough money to go to one. Why? അപ്പോൾ യൂറി പറയും, എനിക്കിഷ്ടം പോലെ മെഡിക്കൽ സ്റ്റുഡൻസിനെ അറിയാം, കുറച്ച് പേര് എൻ്റെ കൂട്ടുകാരുമാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയും, ഡോക്ടേഴ്സോ, ഓ അത് വേണ്ട, എനിക്ക് അവർക്ക് അത്രയും പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറയും. സപ്പോസ്, സെഡ് ആൽബർട്ട്, that I had a nervous breakdown. Suppose the doctor would say it's bad for me to go to school and I need to get right away from it. എന്തിനാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ്, ഡോക്ടേഴ്സുമായിട്ടൊരു മീറ്റപ്പ് വേണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് യൂറിയോട് ആ പ്ലാൻ പറയുകയാണ്. സപ്പോസ് എനിക്ക് ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടെന്ന് ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഈ സ്കൂളിലേക്ക് തിരിച്ചു പോകണ്ടല്ലോ എന്ന് ഐൻസ്റ്റൈൻ യൂറിയോട് ആ പ്ലാൻ പറയുന്നുണ്ട്. I can't imagine a doctor saying that, said Yuri. അപ്പോൾ യൂറി ഇത് കേട്ടിട്ട് പറയും, എനിക്കതൊന്നും ഓർക്കാൻ കൂടി പറ്റുന്നില്ല, ഒരു ഡോക്ടർ അങ്ങനെയൊക്കെ പറയുമോ, അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? I must try, said Albert, to find a doctor who specializes in nerves. അപ്പോൾ പറയുകയാണ്, ഐൻസ്റ്റീൻ പറയാണ്, ഞാനത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ ഒരു ഡോക്ടറിനെ, നെർവ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടറിനെ എനിക്ക് കണ്ടേ തീരൂ. There are plenty of them, Yuri told him. യൂറി പറയുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ നെർവ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് ഉണ്ട്. He hesitated for a moment and then added, rather reluctantly, I'll ask some of the students if they know one, if you like. എന്നിട്ട് യൂറി പറയും, എനിക്ക് അറിയാവുന്ന സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചു നോക്കാം, അങ്ങനെ നെർവ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. വിൽ യു? ഓ താങ്ക് യു, യൂറി. ആൽബർട്ട്സ് ഐസ് വെർ ഷൈനിങ്. ആൽബർട്ടിൻ്റെ കണ്ണുകളൊക്കെ സന്തോഷം കൊണ്ട് തിളങ്ങിയിട്ട് യൂറിയോട് പറയുന്നുണ്ട്, ഓ നീ അത് ചെയ്യുമോ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയും. വെയിറ്റ് എ മൂമെൻറ്റ്, ഐ ഹാവൻറ്റ് ഫൗണ്ട് വൺ യെറ്റ്. നീ താങ്ക്സ് ഒക്കെ പറയാൻ വരട്ടെ, ഞാൻ ഇതുവരെ ഒരു ഡോക്ടറിനെ നിനക്ക് കണ്ടുപിടിച്ച് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ താങ്ക് യു ഒന്നും ഇപ്പം പറയണ്ട. ഓ ബട്ട് യു വിൽ. അപ്പം ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ നീ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. And if I do, I don't know if
he will be willing to help you. അപ്പോൾ യൂറി പറയാ, ഞാൻ അങ്ങനെ ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് തന്നാലും നിന്റെ ഈ ഒരു കാര്യത്തിന് അദ്ദേഹം ഹെൽപ്പ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. He will, declared Albert. I am going to have a real nervous breakdown to make it easier for him. He laughed merrily. അപ്പോൾ ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കുമുള്ളൊരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് വളരെ ഇപ്പം എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ഐൻസ്റ്റീൻ. I have never seen you looking less nervous, remarked Yuri. അപ്പോൾ യൂറി പറയാണ്, നിന്നെ ഞാൻ നെർവസ് ബ്രേക്ക് ഡൗൺ ഇല്ലാതെ, അതായത് നീ ഒട്ടും സന്തോഷവാനല്ലാതായിട്ടാണ് ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്. നിന്നിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ല. A day or two at school will soon put that right, Albert assured him. Certainly he had lost his high spirits when Yuri saw him next. എന്നിട്ട് ഐൻസ്റ്റൈൻ പറയാണ്, 1-2 ദിവസം കൂടുതൽ ഞാൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ, ആ സ്കൂളിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും നെർവസ് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. പിന്നീട് യൂറിയും ഐൻസ്റ്റൈനും കൂടെ പിറ്റേ ദിവസം കാണുമ്പോൾ I can't stand it any longer, he said. ആൽബർട്ട് പറയുന്നുണ്ട്, എനിക്കിനിയും അവിടെ നിൽക്കാൻ കഴിയില്ല. I really shall have a nervous breakdown that will satisfy any doctor. ഏതൊരു ഡോക്ടറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉറപ്പായും സംഭവിക്കും ഇനിയും ഞാൻ അവിടെ സ്കൂളിൽ നിന്നാൽ എന്ന് പറയുകയാണ്. Keep it up then, said Yuri. I have found a doctor for you. അപ്പം യൂറി പെട്ടെന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. You have. Albert's face lit up. Oh good. When can I see him? അപ്പോൾ ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, നീ കണ്ടുപിടിച്ചോ, എനിക്ക് വേണ്ടി നീ ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ചോ, എന്നത്തേക്ക് എനിക്ക് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ കഴിയും? I have an appointment for you for tomorrow evening, Yuri said. Here is the address. അപ്പോൾ യൂറി ഡോക്ടറിൻ്റെ അഡ്രസ്സൊക്കെ കാണിച്ചിട്ട്, നീ നാളെ ഈവനിങ്ങിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് നിനക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, നീ അന്നേരം പോയി കണ്ടോളാൻ പറയുന്നുണ്ട്. He handed Albert a piece of paper. അങ്ങനെ യൂറി ഡോക്ടറിൻ്റെ അഡ്രസ്സൊക്കെ ഒരു പേപ്പറിലാക്കി കൊടുക്കുന്നുണ്ട്. ഡോക്ടർ ഏൺസ്റ്റ് വെയിൽ, ഈസ് ഹി എ സ്പെഷ്യലിസ്റ്റ് ഇൻ നെർവസ് ട്രബിൾസ്, ആസ്ക്ഡ് ആൽബർട്ട്. അപ്പോൾ ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഏൺസ്റ്റ് വെയിൽ എന്നാണ് ഡോക്ടറിൻ്റെ പേര്. അപ്പോൾ ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, നെർവസ് ട്രബിൾസിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോട്ട് എക്സാക്ട്ലി, യൂറി അഡ്മിറ്റഡ്. അപ്പോൾ യൂറി പറയുന്നുണ്ട്, ശരി, അങ്ങനെയല്ല. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഹി ഓൺലി ക്വാളിഫൈഡ് ആസ് എ ഡോക്ടർ ലാസ്റ്റ് വീക്ക്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ ആയി സ്ഥാനത്തിൽ വന്നത്, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. യു മേ ഈവൻ ബി ഹിസ് ഫസ്റ്റ് പേഷ്യൻറ്റ്. നീ ആയിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേഷ്യൻറ്റ്. യു ന്യൂ ഹിം ആസ് എ സ്റ്റുഡൻറ്റ് ദെൻ. ഐ ഹാവ് നോൺ ഏൺസ്റ്റ് ഫോർ ഇയേഴ്സ്. യൂറി hesitated for a few moments. He is not a fool, he warned Albert. അപ്പോൾ ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കപ്പോൾ അദ്ദേഹത്തെ ചെറുപ്പം സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ടേ, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ടേ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂറി പറയും, എനിക്ക് അദ്ദേഹത്തെ കുറേ വർഷങ്ങളായിട്ട് അറിയാം. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയും, അദ്ദേഹം ഒരു ഫൂളല്ല, അദ്ദേഹം ഒരു മണ്ടനല്ല എന്ന് ആൽബർട്ടിനോട് പറയുന്നുണ്ട്. ഒരു വാർണിംഗ് ആയിട്ടാണ് അത് കൊടുക്കുന്നത്. വാട്ട് ഡു യു മീൻ? അങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കുമ്പോൾ ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുക. ഡോണ്ട് ട്രൈ ടു പുൾ ദ വൂൾ ഓവർ ഹിസ് ഐസ്, ദാറ്റ്സ് ഓൾ. നമ്മൾ പറയാറില്ലേ, നീ അയാളുടെ കണ്ണിലെ കരടാവല്ല് എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ യൂറി ഇവിടെ പറയുന്നുണ്ട്, നീ അയാളുടെ കണ്ണിലെ കരടാവരുത്. ഓരോ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞ് നീ കണ്ണിലെ കരടാവരുതെന്ന് പറയും. ബി ഫ്രാങ്ക് വിത്ത് ഹിം, ബട്ട് ഡോണ്ട് പ്രിറ്റൻഡ് യു ഹാവ് ഗോട്ട് വാട്ട് യു ഹാവിൻറ്റ്. നിനക്കില്ലാത്തത് എന്താണെന്ന് നീ കാണിക്കണ്ട. നീ എങ്ങനെയാണോ നീ അതുപോലെ തന്നെ റിയൽ ആയിട്ടിരിക്കുക, അല്ലാതെ എക്സ്ട്രാ അതിലൊന്നും അഭിനയം ഒന്നും കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. നോട്ട് ദാറ്റ് യു ഹാഡ് deceive anyone, Yuri added. You are the world's worst liar.
നീ കള്ളം പറയുന്നതിൽ ഏറ്റവും മോശമായി കള്ളം പറയുന്ന ഒരാൾ തന്നെ. അതുകൊണ്ട് നീ കള്ളം പറയാൻ ശ്രമിക്കേണ്ട. നിനക്ക് എന്താണോ അതുള്ളത് ആ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ഫ്രാങ്ക് ആയിട്ട് ഇരിക്കുക എന്നാണ് യൂറി ആൽബർട്ടിന് കൊടുക്കുന്ന വാർണിംഗ്. ആൽബർട്ട് സ്പെൻഡ് ദ നെക്സ്റ്റ് ഡേ വണ്ടറിങ് വാട്ട് ടു ടെൽ ദ ഡോക്ടർ. ആൽബർട്ട് അപ്പോൾ പിറ്റേ ദിവസം എന്ത് ഞാൻ ഡോക്ടറിനോട് പറയും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. When the time arrived for his appointment, he had worried over it so much that he really was quite nervous. അപ്പോൾ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആൽബർട്ടിന് ചെറിയൊരു ടെൻഷനും ഒക്കെ തുടങ്ങി. എന്ത് പറയും, ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ എന്ത് ഞാൻ പറയും എന്നുള്ളൊരു പ്രയാസം പോലെ തോന്നി. I don't really know how to describe my trouble, Dr. Weil, he began. എനിക്ക് എങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളെ ഡോക്ടറിനോട് പറയണം എന്ന് എനിക്കറിയില്ല എന്ന് ആൽബർട്ട് പറയണം. ഡോണ്ട് ട്രൈ, സെഡ് ദ യങ് ഡോക്ടർ വിത്ത് എ ഫ്രണ്ട്ലി സ്മൈൽ. യൂറി ഹാസ് ഓൾറെഡി ഗിവൺ മീ എ ഹിസ്റ്ററി ഓഫ് ദി കേസ്. അപ്പോൾ ഡോക്ടർ വെയിൽ ഇത് പറയുന്നുണ്ട്. ആൽബർട്ട് ബുദ്ധിമുട്ടണ്ട, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഓൾറെഡി എനിക്ക് താങ്കളുടെ ഫ്രണ്ട് യൂറി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചിരിയോടാണ് ഈ ഡോക്ടർ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഓ, വാട്ട് ഡിഡ് ഹീ സേ? അപ്പോൾ ആൽബർട്ട് അന്വേഷിക്കുകയാണ് യൂറി എന്താണ് ആ ഡോക്ടറിനോട് പറഞ്ഞത്, എന്നെപ്പറ്റി എന്താണ് യൂറി പറഞ്ഞതെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓൺലി ദാറ്റ് യു വാണ്ട് മീ ടു തിങ്ക് യു ഹാവ് ഹാഡ് എ നെർവസ് ബ്രേക്ക് ഡൗൺ ആൻഡ് സേ ദാറ്റ് യു മസ്റ്റ് നോട്ട് ഗോ ബാക്ക് ടു ദാറ്റ് സ്കൂൾ. ഇത്രയും കാര്യമേ യൂറി എന്നോട് പറഞ്ഞുള്ളൂ. നിനക്ക് ആ സ്കൂളിൽ പോകണ്ട, നിനക്ക് എന്തോ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ട് എന്ന് പറഞ്ഞ് സ്കൂളിൽ പോവാതിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എന്നോട് യൂറി ആവശ്യപ്പെട്ടത്. ഓ ഡിയർ, ആൽബർട്ട്സ് ഫേസ് ഫെൽ. ഹീ ഷുഡൻ ഹാവ് ടോൾഡ് യു ദാറ്റ്. ആൽബർട്ട് അപ്പോൾ പറയും, ഓ അവൻ നിങ്ങളോട് പറയേണ്ടിയിരുന്നില്ല എന്ന് ആൽബർട്ട് പറയുന്നുണ്ട്. വൈ നോട്ട്, ഇസ്n't it true then? അപ്പോൾ ഡോക്ടർ പറയുക, അതിനെന്താ പറയുന്നതിന് എന്താ കുഴപ്പം, അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ, സത്യമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ദാറ്റ്സ് ദ ട്രബിൾ. നൗ യു വിൽ സേ ദാറ്റ് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മീ ആൻഡ് യു വിൽ ടെൽ മീ ടു ഗോ ബാക്ക് ടു സ്കൂൾ. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം എന്ന് ഡോക്ടറിനോട് ആൽബർട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ, അതായത് ആൽബർട്ട് ഡോക്ടറിനോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, തിരിച്ച് സ്കൂളിൽ പിന്നെ പഠിക്കാൻ പോകണം എന്ന് പറയും എന്ന് തന്നെ സ്വയമേ അത് വിചാരിക്കുകയാണ് ആൽബർട്ട്. ഡോണ്ട് ബി ടു ഷുവർ ഓഫ് ദാറ്റ്, സെഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ വെയിൽ പറയുന്നുണ്ട്, നീ അതിനെപ്പറ്റി കൂടുതൽ അങ്ങ് ഷുവർ ആവണ്ട, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ എന്ന് നീ വിചാരിക്കണ്ട. As a matter of fact, I am pretty sure you are in a nervous state about that school. അപ്പോൾ ഡോക്ടർ പറയാണ്, നീ ആ സ്കൂളിനെ കുറിച്ചിട്ട് നീ കുറച്ചൊരു ബുദ്ധിമുട്ടിലാണ്, അല്ലെ നിനക്ക് മൈൻഡ് നീ ഡിസ്റ്റർബ്ഡ് ആണ് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബട്ട് ഐ ഹാവൻ ടോൾഡ് യു എനിത്തിങ് അബൌട്ട് ഇറ്റ്, സെഡ് ആൽബർട്ട് വൈഡ് ഐഡ്. ഹൗ ക്യാൻ യു നോ ദാറ്റ്? അപ്പോൾ ആൽബർട്ടിന് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അതിശയമായിപ്പോയി. ഞാനായിട്ട് ഡോക്ടറിനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ഇതൊക്കെ അറിഞ്ഞത് എന്ന്. ബിക്കോസ് യു വുഡൻ ഹാവ് കം ടു സീ മീ അബൌട്ട് ദിസ് ഇഫ് യു ഹാഡിൻറ്റ് ബീൻ പ്രിറ്റി ക്ലോസ് ടു എ നെർവസ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിനക്ക് നെർവസ് ബ്രേക്ക് ഡൗൺ ഇല്ലായിരുന്നെങ്കിൽ നീ ചിലപ്പോൾ എന്നെ കാണാൻ വരില്ലായിരുന്നു. നീ ഇപ്പോൾ ഇത് വന്ന സ്ഥിതിക്ക് നിനക്ക് ചെറുതായിട്ട് പ്രശ്നമുണ്ട്, നിനക്ക് ആ സ്കൂളിൽ പോകുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Now, said the doctor briskly, if I certify that you have had a nervous breakdown and must stay away from school for a while, what will you do? ഡോക്ടർ എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഞാൻ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടെന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നീ ആ സ്കൂളിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ സർട്ടിഫൈ ചെയ്താൽ, നീ അത് കഴിഞ്ഞ് നിന്റെ പ്ലാൻ എന്താ, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? I will go to Italy, said Albert, to Milan where my parents are. അപ്പോൾ ആൽബർട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ ഇറ്റലിക്ക് പോകും, മിലനിൽ എൻ്റെ പേരൻസ് താമസിക്കുന്ന സ്ഥലത്ത്. ആൻഡ് വാട്ട് വിൽ യു ഡു ദെയർ? അപ്പോൾ ഡോക്ടർ ചോദിക്കും, നീ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? ഐ വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടു ആൻ ഇറ്റാലിയൻ കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ആൽബർട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടെയുള്ള ഒരു ഇറ്റാലിയൻ കോളേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എങ്ങനെയെങ്കിലും ചേരാൻ ശ്രമിക്കും. ഹൗ ക്യാൻ യു വിതൗട്ട് എ ഡിപ്ലോമ?
അപ്പോൾ ഡോക്ടർ അതിശയത്തോടെ ചോദിക്കും, നിനക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? 10ാം ക്ലാസ് പോലും പാസ്സാവാതെ നിനക്ക് എങ്ങനെ ഒരു ഡിപ്ലോമ പോലും കംപ്ലീറ്റ് ചെയ്യാതെ നിനക്ക് എങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് നിനക്ക് അഡ്മിഷൻ കിട്ടും? I will ask my mathematics teacher to give me something about my work and perhaps that will be enough. അപ്പോൾ ആൽബർട്ട് പറയുന്നുണ്ട്, എൻ്റെ കണക്ക് ടീച്ചറിനോട് ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ച് എൻ്റെ ഈ കഴിഞ്ഞ വർക്കുകളൊക്കെ കണ്ടിട്ട് മാത്തമാറ്റിക്സ് ടീച്ചറിനോട് ഞാൻ പറയും, എങ്ങനെയെങ്കിലും എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അഡ്മിഷൻ മേടിച്ച് തരാൻ പറയും. I have learned all the maths they teach at school and bit more, he added when Dr. Weil looked doubtful. ഡൗട്ടായിട്ട് ഇങ്ങനെ ഈ ആൽബർട്ട് പറയുന്നതൊക്കെ കേട്ടിട്ട് ഡോക്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും, ഞാൻ മാത്സ് ഒക്കെ അവർ പഠിപ്പിച്ചതുപോലെ തന്നെ പഠിച്ചതുകൊണ്ട് മാത്സ് ടീച്ചറിന് എന്നോട് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു മാത്സ് ടീച്ചറിന് കാരണം കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലിരിക്കുന്നുണ്ട്. വെൽ, ഇറ്റ്സ് അപ് ടു യു, he said. I doubt if it will come off, but I can see you are not doing yourself or anyone else much good by staying here. ഓക്കെ, അതൊക്കെ നിൻ്റെ കാര്യം പോലെ ഇരിക്കട്ടെ എന്ന് ഡോക്ടർ പറയുന്നു. അതൊക്കെ നീ തീരുമാനിക്കുന്ന പോലെ ഇരിക്കട്ടെ. പക്ഷേ എനിക്ക് സംശയമുണ്ട്, ഇനി നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സംശയമുണ്ട്. How long would you like to say you should stay away from school? Would 6 months be all right? അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര നാളത്തേക്ക് സ്കൂളിൽ നിന്ന് മാറിയിരിക്കണം? 6 മാസം എന്നുള്ള കാലാവധി എത്ര മതിയാകുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ തീരുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.